പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറിമാരിലൊരാളായി പ്രവർത്തിക്കുന്ന KEN കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമാണ്. നിലവിൽ 30-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. RSC റിയാദ് സിറ്റി പ്രവാസി സാഹിത്യോത്സവിൻ്റെ ഈ പ്രൗഢമായ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. We extremely grateful to have the honorable presence of KEN. Welcome you, sir. Your valuable words. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് പ്രിയ സുഹൃത്തുക്കൾ, റിയാദിലെ റിസാല സ്റ്റഡി സെന്ററിൻ്റെ വളരെ അഭിമാനകരമായ സാംസ്കാരിക സമ്മേളനം സാഹിത്യ കലാരംഗത്തുള്ള പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന മഹത്തായ പ്രവർത്തനം, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിൽ വളരെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. വളരെ യാന്ത്രികമായിത്തീരുന്ന നമ്മുടെ ജീവിതത്തെ സർഗാത്മകതയിലേക്ക് വിമോചിപ്പിക്കുക എന്ന വളരെ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ് റിസാല സ്റ്റഡി സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസത്തിൻ്റെ പരിമിതികൾക്കിടയിലും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രവാസത്തിൻ്റെ പരിമിതികളെ തന്നെ സാധ്യതകളാക്കി മാറ്റി തീർക്കുന്ന ഒരു വലിയ ഇടപെടലാണ് ഈ സാഹിത്യ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, സാംസ്കാരിക ഒത്തുചേരലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് റിസാല സ്റ്റഡി സെന്റർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ഒന്നിലധികം സാംസ്കാരിക വേദികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ ഊർജമാണ് സത്യത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കണക്കുകൂട്ടലുകളുടെ ചെറിയ ലോകങ്ങളിൽ നിന്ന് കണക്കുകൂട്ടലുകൾക്ക് കടന്നു ചെല്ലാനാവാത്ത അതിവിസ്തൃതമായ അനുഭവത്തിൻ്റെ അനുഭൂതികളുടെ അടയാളപ്പെടുത്തുക അസാധ്യമായ വേറൊരു ലോകത്തിലേക്കാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. അതിനർത്ഥം കണക്ക് ഉപേക്ഷിക്കപ്പെടണമെന്നല്ല. കണക്ക് ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് കൃത്യവുമാണ്. എന്നാൽ കണക്കിൻ്റെ കൃത്യതയിൽ മാത്രമല്ല, അതിനപ്പുറത്തുള്ള കലയുടെ വിസ്തൃതമായ ഒരു ലോകമുണ്ട്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ ചെറിയൊരു ഇടപെടൽ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സംക്ഷിപ്തമായി ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് വളരെ പ്രശസ്തമായുള്ള അരാഷ്ട്രീയ ബുദ്ധിജീവികളെ കുറിച്ചുള്ള ഓട്ടോ റെനോ കാസ്റ്റലോയുടെ പ്രശസ്ത ഗോട്ടിമാലയിലെ കവി, ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് അരാഷ്ട്രീയ ബുദ്ധിജീവികളോട്. എൻ്റെ രാഷ്ട്രത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ ഈ രാജ്യം തകർന്നുകൊണ്ടിരുന്നപ്പോൾ, നശിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ രാജ്യത്തിലെ ജനതയുടെ ജീവിതത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ കൂട്ടിച്ചോറാക്കിയപ്പോൾ നിങ്ങൾ എന്ത് കാഴ്ച കണ്ടിരിക്കുകയായിരുന്നു എന്ന് എൻ്റെ രാഷ്ട്രത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ബുദ്ധിജീവികളോട് ചോദിക്കും. അവരുടെ ഉച്ചയൂണിന് ശേഷമുള്ള നീണ്ട പകലുറക്കത്തെ പറ്റി അവരോട് ആരും ചോദിക്കില്ല. മറിച്ച് അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടപ്പോൾ, ജുനൈദ് കൊല ചെയ്യപ്പെട്ടപ്പോൾ, ജയ് ശ്രീറാം വിളിക്കപ്പെടാത്തതിൻ്റെ പേരിൽ നിരവധിയായ മനുഷ്യർ ആക്രമിക്കപ്പെട്ടപ്പോൾ, ഒരുപക്ഷെ ഈ ഇടപെടൽ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ
ഗോട്ടിമാലയിലെ ഓട്ടോറെനോ കാസ്റ്റലോ എന്ന പ്രസിദ്ധനായ കവി എഴുതിയ എ പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് വുഡ് ഇന്ററോഗേറ്റഡ് എന്ന കവിതയിൽ എങ്ങനെയാണ് 2015 അഖ്ലാഖ് വധം പെടുക എന്ന് ന്യായമായും ചോദിക്കും. അവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയട്ടെ, ഗോട്ടിമാലയിലെ കവിയുടെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും എന്ന കവിതയുടെ ഒരു സ്വതന്ത്ര വിവർത്തനമാണ്. അതിന് അക്ഷരാർത്ഥത്തിലുള്ള വിവർത്തനമല്ല ഞാൻ നൽകുന്നത്. കാരണം ഗോട്ടിമാലയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ആ കവിതയിൽ 2015 ഇന്ത്യയിൽ നവഫാസിസ്റ്റുകൾ കൊന്ന മുഹമ്മദ് അഖ്ലാഖ് കടന്നു വരില്ല. പക്ഷേ നമുക്കറിയാം ആ കവിതയുടെ പൊരുൾ, അതിന്റെ സ്വതന്ത്ര വിവർത്തനം ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആത്മബോധമുള്ള ഒരാൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടതാണ്. അതിൻ്റെ തന്നെ ഭാഗമാണ് ലോകത്തിലെ ഏത് രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ വിരുദ്ധത. ആ അർത്ഥത്തിലാണ് ഞാൻ എൻ്റെ രാജ്യത്തിലെ രാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ഓട്ടോറെനോ കാസ്റ്റലോയുടെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലമാന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഒരു ജനതയുടെ ഹൃദയത്തിലേക്ക് കടക്കും വിധം അവതരിപ്പിക്കാനുള്ള ഒരു വലിയ സാംസ്കാരിക ശ്രമമാണ്. സത്യം തടവിലിടപ്പെടുമ്പോൾ അതിനെ സ്വതന്ത്രമാക്കാനുള്ള ഒരു സാംസ്കാരിക സമരമാണ് ഇന്ന് സാഹിത്യത്തിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോറെനോ കാസ്റ്റലോയുടെ ആ കൃതിയിൽ, ആ കവിതയിൽ കാസ്റ്റലോ പറയുന്നത് എഴുത്തുകാരുടെ ഉച്ചയുറക്കം, അവരുടെ അലസമായ സ്വപ്നങ്ങൾ, അതൊന്നുമല്ല ഇന്ന് എഴുത്ത് സമരമായി തീരണം. അനീതിക്കെതിരെയുള്ള സമരം. പ്രശസ്തനായ ഒരു ചിന്തകൻ, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല, അദ്ദേഹം പറയുന്നുണ്ട്, അനീതിയോടുള്ള വെറുപ്പാണ്, രോഷമാണ് നീതിയുടെ ഉള്ളടക്കത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്. സമത്വം തന്നെയാണ് ധർമ്മമെന്ന് ബുദ്ധനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബ്രത്തിന്റെ പ്രസിദ്ധമായൊരു കവിതയിൽ അനീതി പേമാരി പോലെ കോരിച്ചൊരിയുമ്പോൾ നിർത്തൂ എന്ന് പറയാൻ പോലും ആരുമില്ലാതായിത്തീരുന്ന ഒരു കാലം വളരെ ഇരുണ്ടതാണ് എന്ന് കൃത്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ സന്ധ്യ മയങ്ങി തീരുന്നതിന് മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലായി ചാരമായി തീരുന്നതാണ് നല്ലത് എന്ന് ബ്രത്ത് പാടുന്നുണ്ട്. ബ്രത്തിന്റെ തന്നെ എഴുത്തിനെ കുറിച്ചുള്ള മറ്റൊരു കവിതയിൽ എഴുതാനായി സ്വർണസിംഹാസനത്തിൽ ഇരുത്തപ്പെട്ട എഴുത്തുകാർ ചോദ്യം ചെയ്യപ്പെടും, അവരുടെ കൃതികൾ വായിക്കപ്പെടും. അവയിലെ ഉദാത്തമായ വിചിന്തനങ്ങൾക്ക് വേണ്ടിയല്ല, നെയ്ത്തുകാരെ കുറിച്ച് അവരുടെ കൃതിയിൽ എന്താണുള്ളത് എന്നറിയാൻ വേണ്ടി. ജർമ്മൻ പശ്ചാത്തലത്തിലാണ് ബ്രത്ത് നെയ്ത്തുകാർ എന്ന പ്രയോഗം നടത്തുന്നത്. നമുക്ക് ഇന്ത്യയിൽ പറയാവുന്നത്, ഇവിടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ കാലുകുത്താൻ കഴിയാതെ ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് ദയാരഹിതമായി വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് നിങ്ങളുടെ കൃതികൾ എന്തു പറയുന്നു? നിസാർ കൊബാനിയുടെ ചിത്രം വരെ നൽകുന്ന പാഠം എന്ന പ്രസിദ്ധമായ കവിതയിൽ, ആ കവിത ഏറെ പ്രസക്തമാണ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. ഒരു കുട്ടി ആ കുട്ടിയുടെ ബാപ്പയോട്, പിതാവിനോട്, അച്ഛനോട് പറയുകയാണ്, ബാപ്പ, അച്ഛ, അപ്പ, എനിക്കൊരു ചിത്രം വരച്ചതാ. അയാൾ വരച്ചു തുടങ്ങി. ഒരു ചതുരം, ഒരു വാതിൽ, ഒരു പൂട്ട്. കുട്ടി ചോദിച്ചു, ഇതൊരു ജയിലല്ലേ? അപ്പോൾ ആ പിതാവ് പറഞ്ഞു, കിളികളെ വരയ്ക്കാൻ ഞാനിപ്പോൾ മറന്നുപോയിരിക്കുന്നു മകനെ. പിന്നെ കുട്ടി പറഞ്ഞു, എന്നാൽ ഒരു ഗോതമ്പ് തണ്ട് വരച്ചതാ, അത് വളരെ എളുപ്പമാണല്ലോ. അയാൾ വരച്ചു തുടങ്ങി. വരച്ചു തീർന്നപ്പോൾ അതൊരു തോക്ക്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കാലം മതനിരപേക്ഷ മാനവിക മൂല്യങ്ങളെ
കുറിച്ചു മൂടുന്ന ഒരു കാലം. സൗഹൃദവും സ്നേഹവും കട്ടെടുക്കപ്പെടുന്ന ഒരു കാലം. അത്തരമൊരു കാലത്ത് മനുഷ്യത്വത്തിന് ആ ഒരു കാവൽ നിൽക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി തീരണം കലയും സാഹിത്യവും കലാകാരരും സാഹിത്യകാരരും. മാക്സിം ഗോർക്കിയുടെ പ്രസിദ്ധമായ ഒരു പഴയ ചോദ്യം ആവർത്തിച്ചാൽ, സാഹിത്യകാരന്മാരെ, കലാകാരന്മാരെ, നിങ്ങൾ ഏത് ചേരിയിൽ, ആർക്കൊപ്പം? മർദ്ദകർക്കൊപ്പമാണോ? ഫാസിസ്റ്റുകൾക്കൊപ്പമാണോ? മർദ്ദിതർക്കൊപ്പമാണോ? മർദ്ദിതർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിന്റെ മഹത്വമായി മാറണം കലയും സാഹിത്യവും. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിന്റെ അനുഭൂതി സാന്ദ്രമായ ഇതിഹാസമായി തീരണം ഓരോ സാഹിത്യരചനയും. അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിന് വേണ്ടി റിസാല സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ സങ്കുചിതത്വങ്ങൾക്കുമെതിരെ, മനുഷ്യത്വത്തിന്റെ വിസ്തൃതമായ ഒരു ലോകത്തിന്റെ, വെറും ലോകമല്ല, മനുഷ്യ ജീവിതം ഒരു പൂന്തോപ്പായി തീരുകയും ഓരോ മനുഷ്യനും പൂവായി വിടരുകയും സുഗന്ധം പരത്തുകയും ചെയ്യുന്ന, വീണ്ടും ഞാൻ മാക്സിം ഗോർക്കിയെ ഓർമ്മിക്കട്ടെ, അന്യന്റെ വാക്കുകൾ പോലും സംഗീതമായി തീരുന്ന, അപരന്റെ സാന്നിധ്യം പോലും ആനന്ദ നിർഭരമായി മാറുന്നു, മൗനം പോലും മധുരമുള്ളതായി രൂപാന്തരപ്പെടുന്ന ഒരു കാലത്തെ കിനാവ് കാണാൻ നമ്മെ കരുത്തരാക്കട്ടെ കലയും സാഹിത്യവും ഇതുപോലുള്ള സാംസ്കാരിക ഒത്തുചേരലുകളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സംക്ഷിപ്തമായി നിങ്ങളുടെ ഈ സാംസ്കാരിക സാഹിത്യ സംവാദ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ഒരിക്കൽ കൂടെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ വളരെ അഭിമാനത്തോടെ ഈ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയുടെ കലാമത്സര വേദിയുടെ റിസാല സ്റ്റഡി സെന്റർ തുടർച്ചയായി നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാ ഔപചാരികകളും കലയുടെ പ്രവാഹത്തിൽ ഒലിച്ചു പോകുമെന്ന തിരിച്ചറിവോടെ നിർവഹിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. Thank you, sir. Your valuable words of wisdom. It's really energized us. Thank you, sir. നമ്മുടെ 12ാമത് പ്രവാസി സാഹിത്യോത്സവത്തിന് സാംസ്കാരിക സമ്മേളനത്തിന് ഇതോടുകൂടി സമാരംഭം കുറിക്കുകയായി. മുഴുവൻ സമാധാനരായ നേതാക്കന്മാർക്കും വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അബ്ദുൽ സഖാഫി മംഗലൂർ, ലുക്മാൻ മാസ്റ്റർ പാരൂർ, അല്ലാലിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷാനുസ, സത്യം ഓൺലൈൻ ജയൻ കൊടുങ്ങല്ലൂർ, GCC എക്സിക്യൂട്ടീവ് അംഗം സലീം പട്ടുവം, ജാബർ അലി പത്തനാപുരം,